ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഈസി ആയിട്ട് ഒരു തട്ടിക്കൂട്ടിയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയെ കാണാൻ പോകുന്നത്. ആദ്യം ബസ്മതി അരി നമ്മൾ വേവിക്കാൻ വെച്ചു. പിന്നെ തട്ടിക്കൂട്ടിയതെന്ന് പറയാൻ പ്രത്യേക കാരണമുണ്ട്. പച്ചമുളകില്ല, ക്യാരറ്റ് ഇല്ല, മല്ലിയിലില്ല. അല്ല, ഫ്രൈഡ് റൈസിന് ഇതൊക്കെയാണല്ലോ അത്യാവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കയ്യിലുണ്ടായിരുന്ന വെജിറ്റബിൾസ് സ്വീറ്റ് കോൺ, ക്യാബേജ്, ബീൻസ്, പിന്നെ ഉള്ളി ഇതെല്ലാം വെട്ടിക്കൂട്ടി അവിടെ വെച്ചു. പിന്നെ നമ്മൾ ആദ്യമായിട്ട് 2 മുട്ട ചിക്കി പൊരിച്ച് വെച്ചിട്ടുണ്ട്. അതേ ചീൻചട്ടി നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഈ വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണേ. നമ്മുടെ മല്ലിയില ഇല്ലാത്തതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു, നല്ലൊരു മണത്തിൻ്റെ കുറവുണ്ടായിരുന്നു. എരിവിന് ആവശ്യമായിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടത്, പച്ചമുളക് ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ അതൊക്കെ ചെയ്തതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന അരിയും കൂടി ചോറും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ നേരത്തെ ചിക്കി പൊരിച്ച് വെച്ചിരിക്കുന്ന മുട്ട തട്ടിയിടാൻ മറക്കല്ലേ. എന്നിട്ട് നമ്മൾ ഇത് ഒരു പ്ലേറ്റിലാക്കിയിട്ട് അപ്പൂന് കൊടുത്തപ്പോൾ അപ്പൂന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ബാക്കിയുള്ള ഫ്രൈഡ് റൈസ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ മനസ്സിലോർത്ത് പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി ഇല്ല മോനെ, ഇതൊക്കെ എന്ത്. ബൈ ഗൈസ്.